ഇന്ന് നമ്മൾ പോകുന്നത് ലോകപ്രശസ്തമായ ഒരു പള്ളിയിലേക്കാണ്. അവിടെ എന്താണ് പ്രത്യേകത എന്ന് ഈ വീഡിയോ കഴിയുന്നതിന് മുന്നേ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എവിടെയുള്ളേ? ഗോവയിലല്ലേ ഈ സ്ഥലം? സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ചർച്ച് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ ക്രിസ്ത്യൻ ദേവാലയമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഇന്നും കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. 10 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് പൊതുദർശനത്തിനായിട്ട്, അതായത് നമുക്ക് ഇത്രയും അടുത്ത് പോയിട്ട് അത് കാണാൻ പറ്റും. ഇത് 18ാമത്തെ പൊതുദർശനമാണ്. ആദ്യ നാളുകളിലൊക്കെ 3 വർഷത്തിലൊരിക്കലായിരുന്നു പൊതുദർശനം. അപ്പോൾ ഒരിക്കലൊരു സ്ത്രീ പൊതുദർശന സമയത്ത് വിശുദ്ധൻ്റെ കാലിൽ മുത്തുന്നെന്ന വ്യാജേന ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ കടിച്ചെടുത്തു. അതിനുശേഷമാണ് ഇവിടെ കുറേ നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഈ ചില്ലുകൂട്ടിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമേ പറ്റൂ. തൊട്ട് വധിക്കുവാനുള്ള ഒരു സംഭവമില്ല. പക്ഷേ അടുത്ത് കാണാൻ വേണ്ടി 10 വർഷത്തിലൊരിക്കൽ വെക്കും. ഇതാണ് ആ പള്ളി എന്ന് പറയുന്നത്. ഇത് കുറച്ച് ചരിത്രം പറയാണ്ട് വളരെ പഴക്കമുള്ള പള്ളിയാണ്. ഏകദേശം 1594 ഈ പള്ളി പണി കഴിപ്പിക്കുന്നത്. 1605 ആകുമ്പോഴേക്ക് എല്ലാവർക്കുമായി സമർപ്പിച്ചു. അതിന് ഇപ്പുറത്തുള്ള ഈ വെള്ള നിറത്തിൽ കാണുന്ന ഈ പള്ളിയിലാണ്, ഇത് പുതിയ പള്ളിയാണ്, ഈ പള്ളിയിലാണ് ഇപ്പോൾ പൊതുദർശനത്തിനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ആദ്യം റിട്ടേൺ 1552 രോഗം ബാധിച്ചായിരുന്നു ഇദ്ദേഹം മരണമടഞ്ഞിരുന്നത്. അദ്ദേഹത്തെ പോർച്ചുഗീസിലാണ് ആദ്യം അടക്കം ചെയ്തത്. അവിടുന്ന് ഗോവയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭൗതിക ശരീരം പുറത്തെടുത്തപ്പോഴാണ് ശരീരത്തിന് യാതൊരുവിധ കേടുപാടും ഇല്ലാതായിട്ട് കണ്ടത്. അങ്ങനെ 2024 നവംബർ 21 മുതൽ 2025 ജനുവരി 5 വരെയാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കവിടെ മൊബൈലോ ഒന്നും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. നേരത്തെ വീഡിയോ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വലിയ ഒരു ചന്ത തന്നെ, അതായത് കിലോമീറ്ററോളം നീളമുള്ള ചന്ത, ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന ഫോറിനേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചന്തയാണ് ഇതിന് പുറത്തുള്ളത്. വിശ്വാസികളായാലും അല്ലാത്തവരായ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മൾ അവിടുന്ന് റിട്ടേൺ എത്താൻ വേണ്ടി നൈറ്റായി. എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ അവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. വൺ വേയും പോകുന്നതൊക്കെ ആയി. നമ്മൾ അവിടെ എത്തി ചോദിച്ചിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതും അങ്ങോട്ട് കയറിയതൊക്കെ. അപ്പോൾ ഈ വിശ്വാസികളായ ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും ഗോവയിൽ വരാൻ പറ്റിയ ഏറ്റവും വലിയ സമയമാണിത്. അപ്പോൾ ജനുവരി 5 ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഗോവ സർക്കാർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ.